ചരിത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോമാ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചും സാമ്പത്തിക വികാസത്തെക്കുറിച്ചും ഒപ്പം തന്നെ അവിടെ നിലനിന്നിരുന്ന അടിമത്തം എന്ന വ്യവസ്ഥിതിയെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. അടുത്ത പോയിൻ്റാണ് സാമൂഹ്യ ശ്രേണികൾ. റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് ആദിമ റോമാ സാമ്രാജ്യത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളെ 5ആയി തരംതിരിച്ചു. അപ്പോൾ റോമാ സാമ്രാജ്യത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളെ എത്രയെ തരംതിരിച്ചു? 5ആയിട്ടാണ് തരംതിരിച്ചത്. അദ്ദേഹം ആരാണ്? റോമാ ചരിത്രകാരനായിട്ടുള്ള ടാസിറ്റസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പേജ് നമ്പർ 28 നമുക്ക് ബോക്സിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ 5 വിഭാഗങ്ങൾ ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. 1 സെനറ്റർമാർ, 2 അശാരുടെ വിഭാഗത്തിലെ പ്രമുഖർ, 3 ആദരണീയ വിഭാഗം, 4 ഹ്യൂമിലിയോറസ്, 5 അടിമകൾ. അതിൽ ഒന്നാമത്തെ സെനറ്റർമാർ എന്ന് പറഞ്ഞാൽ ശക്തരും സമ്പന്നരുമായ ഇറ്റാലിയൻ കുടുംബാംഗങ്ങളാണ്. 2 അശാരുടെ വിഭാഗത്തിലെ പ്രമുഖർ എന്നറിയപ്പെടുന്നത് ഭൂ ഉടമകളാണ്. 3 ആദരണീയ വിഭാഗം, മധ്യവർഗം, ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ എന്നിവർ ആദരണീയ വിഭാഗത്തിൽപ്പെടുന്നു. ഹ്യൂമിലിയോറസ് എന്ന് പറഞ്ഞാൽ കീഴാളവർഗം, അതായത് ഗ്രാമത്തിലെ പണിക്കാർ, അതുപോലെ തന്നെ തൊഴിലാളികൾ, താൽക്കാലിക തൊഴിലാളികൾ എല്ലാം തന്നെ ഹ്യൂമിലിയോറസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു. അത് 4ാമത്തെ വിഭാഗമാണ്. 5 അടിമകൾ, ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ് അടിമകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇങ്ങനെ 5 വിഭാഗങ്ങളായിട്ടാണ് ആദിമ റോമാ സാമ്രാജ്യത്തിൻ്റെ സാമൂഹ്യ വിഭാഗങ്ങളെ തരം തിരിച്ചിരിക്കുന്നത്. ഭരണരംഗത്ത് പ്രാചീന റോമക്കാർ നിരവധി സംഭാവനകൾ നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതിയായിരുന്നു അതിൽ സുപ്രധാനം. ഒരു കേന്ദ്രീകൃത ഭരണരീതിയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. എന്നാൽ അഴിമതിയും സ്വച്ഛാധിപത്യ സ്വഭാവവും റോമൻ ഭരണത്തിൽ കടന്നുകൂടിയിരുന്നു. ഗവൺമെൻറ്റിന് എതിരായ പ്രതിഷേധങ്ങളെ അവർ ശക്തമായി അടിച്ചമർത്തി. എന്നാൽ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തെ ചെറുക്കുന്ന പല നിയമങ്ങളും അവിടെ നിലനിന്നിരുന്നു. ഭരണരംഗത്ത് പ്രാചീന റോമക്കാർ നിരവധി സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് പറയുന്നത് റിപ്പബ്ലിക്കൻ ഭരണരീതിയായിരുന്നു അതിൽ പ്രധാനം. അതായത് ഒരു കേന്ദ്രീകൃത ഭരണരീതി ഉണ്ടായിരുന്നു. എന്നാൽ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഭരണരീതി ഉണ്ടാകുന്നതിനൊപ്പം തന്നെ അഴിമതിയും സ്വച്ഛാധിപത്യ സ്വഭാവവും എല്ലാം തന്നെ റോമാ സാമ്രാജ്യത്തിൽ കടന്നുകൂടിയിരുന്നു. അപ്പം എന്താ ഉണ്ടാവുക? അഴിമതിയൊക്കെ കടന്നുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും? പ്രതിഷേധങ്ങൾ വരും. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ആ പ്രതിഷേധങ്ങളെ ശക്തമായിട്ട് അടിച്ചമർത്തും. എന്നാൽ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തെ ചെറുക്കുന്ന പല നിയമങ്ങളും എന്ത് ചെയ്തു? ഈ റോമാ സാമ്രാജ്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് പിൻകാല സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിൻ്റെ 4 മുതൽ 7 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് പിൻകാല സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അതായത് നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിൻകാല സാമ്രാജ്യം, റോമാ സാമ്രാജ്യം കണ്ടിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ട് വരെ, തുടർന്ന് 7-ാം നൂറ്റാണ്ട് വരെ എന്നൊക്കെ നമ്മൾ കണ്ടു. 3-ാം നൂറ്റാണ്ടിന് ശേഷം എന്നാണ് അതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റോമാ സാമ്രാജ്യത്തിൻ്റെ നമ്മുടെ പിൻകാല സാമ്രാജ്യം എപ്പോഴാണ്? 4 മുതൽ 7 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് പിൻകാല സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ, മത, ഭരണ, സാമ്പത്തിക രംഗങ്ങളിൽ നിരവധി മാറ്റങ്ങളുണ്ടായി. അപ്പോൾ രാഷ്ട്രീയ, മത, ഭരണ, സാമ്പത്തിക രംഗങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് നമുക്ക് നോക്കാം. 1ാമത്തെ പോയിൻ്റാണ് രാഷ്ട്രീയം. മാറ്റങ്ങൾക്ക് ഡയോക്ലീഷ്യൻ ചക്രവർത്തി തുടക്കം കുറിച്ചു. സാമ്രാജ്യ വിസ്തൃതി വർദ്ധിച്ചു. സൈനിക തലവന്മാർക്ക് സ്വയം ഭരണാധികാരം നൽകി. കോട്ടകൾ കെട്ടി അതിർത്തികൾ സംരക്ഷിച്ചു. 1ാമത്തെ പോയിൻ്റാണ് അതിലെ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ പറയുന്നത് എന്താണ്? മാറ്റങ്ങൾക്ക് ഡയോക്ലീഷ്യൻ ചക്രവർത്തി തുടക്കം കുറിച്ചു. സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സൈനിക തലവന്മാർക്ക് സ്വയം ഭരണാധികാരം നൽകി. കോട്ടകൾ കെട്ടി അതിർത്തികൾ സംരക്ഷിച്ചു. നെക്സ്റ്റ് അടുത്ത പോയിൻ്റാണ് മതം. കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവം ക്ഷേത്രങ്ങളും ആരാധനാലയവും പണികഴിപ്പിച്ചു. ഇനി മതവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. ഈ ക്രിസ്തു മതത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആരാണ്? നമ്മുടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. നമ്മുടെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി തന്നെ കോൺസ്റ്റന്റൈൻ്റെ ഒക്കെ പ്രത്യേകതകൾ നമ്മളോട് ചോദിക്കാം. ഈ കോൺസ്റ്റന്റൈനാണ് എന്ത് ചെയ്തത്? ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചത്. 7-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവം ഉണ്ടായി. ഒപ്പം തന്നെ അവിടെ എന്തൊക്കെ വന്നു? ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളൊക്കെ പണികഴിപ്പിക്കാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് ഭരണം. മാറ്റങ്ങൾക്ക് കോൺസ്റ്റന്റൈൻ തുടക്കം കുറിച്ചു. നാണയങ്ങൾ പരിഷ്കരിച്ചു. സോളിഡസ് എന്ന പുതിയ നാണയം നടപ്പിലാക്കി. സ്വർണ്ണ നാണയങ്ങൾ പ്രചരിച്ചു. തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ സ്ഥാപിച്ചു. പുതിയ സെനറ്റ് രൂപീകരിച്ചു.
ഭരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയണത്? ഭരണരംഗത്തെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? കോൺസ്റ്റന്റീനാണ്. അവിടുത്തെ പുതിയ നാണയം, നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. പുതിയ നാണയത്തിൻ്റെ പേരെന്താണ്? സോളിഡസ്. നാണയത്തിൻ്റെ പേര് സോളിഡസ്. ഒപ്പം തന്നെ സ്വർണ്ണ നാണയങ്ങളും പ്രചരിപ്പിക്കുകയുണ്ടായി. തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ സ്ഥാപിച്ചു. ഒപ്പം തന്നെ പുതിയ സെനറ്റ് രൂപീകരിക്കുകയും ചെയ്തു. സാമ്പത്തികമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് പറയുന്നത്. വ്യാവസായിക വളർച്ച, സ്ഫടിക ഫാക്ടറികൾ, എണ്ണമില്ലുകൾ എന്നിവയിലെ നിക്ഷേപം, നഗരങ്ങളുടെ പുരോഗതി. സാമ്പത്തികമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് വ്യാവസായിക വളർച്ച. ഒപ്പം തന്നെ അവിടെ എന്തുണ്ടായി? സ്ഫടിക ഫാക്ടറികളും എണ്ണമില്ലുകളൊക്കെ എന്ത് ചെയ്തു? നിർമ്മിക്കുകയുണ്ടായി. അതിൽ നിക്ഷേപങ്ങൾ വളരെയധികം കൂടി. അപ്പം എന്താണ്ടാവുക? നഗരങ്ങളുടെ പുരോഗതിയും ഉണ്ടായി. ഇത്രയും പോയിന്റുകളാണ് നമ്മളോട് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. നെക്സ്റ്റ്, AD 3-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. റോമ സാമ്രാജ്യം എന്താണ്? രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. പശ്ചിമ റോമ സാമ്രാജ്യം എന്നും പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്ന പേരിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. പശ്ചിമ റോമ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെട്ടപ്പോൾ പൗരസ്ത്യ റോമ സാമ്രാജ്യം പുരോഗതി കൈവരിച്ചു. പശ്ചിമ റോമ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെട്ടപ്പോൾ പൗരസ്ത്യ റോമ സാമ്രാജ്യം പുരോഗതി കൈവരിച്ചു. ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചത്. ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം എന്നറിയപ്പെട്ട പൗരസ്ത്യ റോമ സാമ്രാജ്യം AD 1453 വരെ നിലനിന്നിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടെന്താണ്? പശ്ചിമ റോമ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെടുമ്പോൾ പൗരസ്ത്യ റോമ സാമ്രാജ്യമാണ് പുരോഗതി കൈവരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ചക്രവർത്തിയാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി. അവരുടെ സാമ്രാജ്യം എന്ന പേരിലാണ് അറിയപ്പെട്ടത്? ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അങ്ങനെ പൗരസ്ത്യ റോമ സാമ്രാജ്യം AD 1453 വരെ നിലനിന്നിരുന്നു. ഈ ഒരു പോയിന്റോട് കൂടി, ഇത്രയും പോയിന്റോട് കൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിക്കുകയാണ്.